Hi, good morning, Venero. Today we are discussing Accounting Standard Board. Okay, I think all of you have seen previous video lesson. So we are started with convergence to International Financial Reporting Standard. So the second video, welcome to everyone for the second video lesson, Accounting Standard Board. So what is Accounting Standard Board? Accounting Standard Board ASB was constituted by Institute of Chartered Accountants of India on 21st April 1977 to harmonize the diverse accounting policies and practices followed in the country. So we can see that Accounting Standard Body എന്ന് പറയുന്നത് ആരംഭിച്ചത് ICAI ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഒരു അപെക്സ് അതോറിറ്റിയാണ് എന്ന് പറയുന്നത് ICAI അക്കൗണ്ടിങ്ങിൽ ഓൺ 21st April 1977 1977 ഏപ്രിൽ 21 എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഹാർമണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ഇൻ ദ കൺട്രി. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്, അതേപോലെ പ്രാക്ടീസസ് ഉണ്ട്. ഓരോ അക്കൗണ്ടന്റും ഓരോ തരത്തിലാണ് എന്ത് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ ഡിഫറെൻ്റ് ആണ്. ഇതിനെല്ലാം കൂടി എന്ത് ചെയ്യുക, ഹാർമണൈസ് ചെയ്യുക, യോജിപ്പിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് വരുന്നത് ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോഡി എന്ന് പറയുന്ന ബോർഡ് സ്റ്റാർട്ട് ചെയ്തത്. സോ ICAI is one of the member of IASC, International Accounting Standard Committee. നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ നാട്ടിലുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ അപെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ ICAI ആണ്. അപ്പോൾ ഇവരാണ് വൺ ഓഫ് ദി മെമ്പർ ഓഫ് IASC ആണ്, International Accounting Standard Committee. Hence, while formulating the accounting standards, ASB gives much weight to standardized issue by IASC. അപ്പോൾ ഇതിൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കുക ആർക്കാണ്, IASC ഇഷ്യൂ ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ IASC പറഞ്ഞിരിക്കുന്ന അല്ലെ അവർ ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ ഹാർമോണൈസ് ചെയ്ത രീതിയിലായിരിക്കും എന്ത് ചെയ്യാം ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. സോ IASC try to incorporate those international standards in India in the light of condition and practices prevails in India. സോ ഇവിടെ IASC പറഞ്ഞു, IASC എന്ത് ചെയ്യും, അവരുടെ ഇന്റർനാഷണൽ ലെവലിലെ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യും. സോ ICAI എന്ത് ചെയ്യുന്നു വെച്ചാൽ ട്രൈ ടു ഇൻകോർപ്പറേറ്റ് ദോസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ICAI ട്രൈ ചെയ്യും. പക്ഷേ അത് എന്താ വെച്ചാൽ ഇൻ ദ ലൈറ്റ് ഓഫ് കണ്ടീഷൻസ് ആൻഡ് പ്രാക്ടീസ് പ്രിവെയിലിംഗ് ഇന്ത്യയിൽ നിലവിലുള്ള കണ്ടീഷൻ എന്താണ്, ഇന്ത്യയിൽ നിലവിലുള്ള പ്രാക്ടീസസ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ICAI ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതില്ല. സോ ഇതാണ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വന്ന് നോക്കുക, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോഡി ഓഫ് ഇന്ത്യ. ASBയുടെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്? ടു ഡിറ്റർമിൻ ദ ഏരിയ ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമിൻ ദ ഏരിയ ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഏതെങ്കിലും പുതിയ ഏരിയകളിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നെന്ത് ചെയ്യുക, തീരുമാനിക്കുക. Next one, to formulate accounting standard with a view to assisting the Council of the ICAI in evolving and establishing
accounting standards in India. നമുക്ക് ഇന്ത്യ ഇത് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യാം വിത്ത് എ വ്യൂ ടു അസിസ്റ്റ് കൗൺസിൽ ഓഫ് ICAI. നമ്മുടെ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യൻ്റെ കൗൺസിലിനെ സഹായിക്കുന്ന രീതിയിൽ, അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക. ഇൻ ഇവോൾവിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇവോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ടു എക്സാമിൻ ഹൗ ഫാർ ദ റിലവൻറ്റ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് standards can be adapted by formulating accounting standards and to adapt the same. മറ്റൊന്ന് പറയുന്നത് എക്സാമിൻ, വിശകലനം നടത്തുക. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ആവശ്യത ഉണ്ട് IFRS സ്റ്റാൻഡേർഡ്സ്. IFRS നമ്മളുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എത്രത്തോളം ആവശ്യകതയുണ്ട് എന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, വിശകലനം നടത്തുക. എന്നിട്ട് അത് അഡോപ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാം. ഇത് നോക്കുക, ടു പ്രൊവൈഡ് ഫ്രം ടൈം ടു ടൈം interpretations and guidelines on accounting standard. To provide, നമ്മൾ ഈ ഓരോ ടേംസ് ഉണ്ടാവും അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് എന്ത് ചെയ്യാം ഫ്രം ടൈം ടു ടൈം ഓരോ സമയത്തും പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ തരത്തിലായിരിക്കില്ല, ഒരു സെയിം ഇൻ്റർപ്രിറ്റേഷൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഒരു ഐറ്റത്തെ ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. മീൻസ് ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മളൊരു ടേം എടുക്കാം. ഫോർ എക്സാമ്പിൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് എന്ത് ചെയ്യാം, ഓരോ ഐറ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ്സിൻ്റെയും ഇൻ്റർപ്രിട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുക സമയാസമയങ്ങളിൽ. ടു ഗീവ് ക്ലാരിഫിക്കേഷൻ ഓൺ ഇഷ്യൂ അറൈസിങ് therefrom. ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അറൈസ് ഉണ്ടാവുകയാണെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ടു റിവ്യൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽ. ഓരോ സമയാസമയങ്ങളിൽ, മേ ബി ഒരു വർഷത്തിലാവാം അല്ലെങ്കിൽ 2 വർഷം 5 വർഷം കൂടുമ്പോൾ ആവാം, സമയാസമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള റിവ്യൂസ് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലേക്ക് അത് പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിവ്യൂസ് എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞ് ടു ഡിറ്റർമിൻ ദ ഏരിയ ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നീഡ് ടു ബി ഡെവലപ്ഡ്. Second one, to formulate accounting standard with a view to assisting the Council of the ICAI in evolving and establishing accounting standards in India. Next one, to examine how far the relevant international financial reporting standards can be adapted while formulating accounting standards and to adapt the same. Then fourth one, to provide from time to time interpretation and guidelines on accounting standards. Next one, to give clarification on issues arising therefrom. Next one, to review the accounting standards at a periodical interval. So next moves on the next area. It is functions of accounting standard Board of India. What are the functions to undertake by ASB in India? What are the functions? So first one, to consider the applicable law, customs, usages and business environment prevailing in India while formulating accounting standards. One of very important ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടി വരും.
അതാണ് അപ്ലിക്കബിൾ ലോസ്, നിലവിലുള്ള നിയമങ്ങൾ എന്തെല്ലാമാണ്. ഇപ്പോൾ കമ്പനീസ് ആക്ട് ഉണ്ടാവാം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ ഉണ്ടാവാം. ഈ ആക്റ്റുകൾ എന്തെല്ലാമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. കസ്റ്റംസ് ഉണ്ടാവും, നമ്മൾ പണ്ട് മുതലേ പോകുന്ന യൂസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, കസ്റ്റമായിട്ട് നിലനിൽക്കുന്നുണ്ടാവും അല്ലേ. സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. യൂസേജസ് ഉണ്ടാവാം അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് അല്ലെ വേ ഓഫ് നമ്മുടെ എന്താ പറയുക വേ ഓഫ് ലൈഫിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുള്ള ചില മെത്തേഡുകൾ ഉണ്ടാവാം. അതേപോലെ ബിസിനസ് എൻവയോൺമെൻറ്റ്സിൻ്റെ അവസ്ഥ എന്താണ്, നിലവിലുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ്, ഈ രാജ്യത്തുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് ഇപ്പോഴെങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യും. സെക്കൻഡ് വൺ വാസ് ടു ആക്റ്റീവ്ലി പ്രൊമോട്ട് ദ പ്രൊനൗൺസ്മെൻറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് in the country with a view to facilitate global harmonization of accounting standards. നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള മീൻസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ പുതിയ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യയിൽ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക, മറ്റു രാജ്യങ്ങളിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് യോജിച്ച് പോകുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുക. ടു പെർസ്യൂഡ് ദ concerned parties to adopt accounting standards in the presentation and preparation of financial statement. Okay. Second one പറയുന്നത്, third one പറയുന്നത് to persuade the concerned parties to adopt accounting standards in preparation and presentation of financial statement. നമ്മൾ എന്ത് ചെയ്യാം, കൺസേൺഡ് ആയിട്ടുള്ള പാർട്ടീസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മളിവിടെ ഉള്ള ബിസിനസ് ഫേംസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഫേംസ് തന്നെ. ആ ബിസിനസ് ഫേംസ് അല്ലെ കമ്പനീസ് അല്ലെ മൾട്ടിനാഷണൽ കമ്പനീസ് ഇവരോടൊക്കെ എന്ത് ചെയ്യുക, അവരൊക്കെ പെർസ്യൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ നിർബന്ധിക്കുക എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡ്യൂസ് ചെയ്യുക, മീൻസ് മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലും അതേപോലെ പ്രസൻറ്റ് ചെയ്യുന്നതിലും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് അവരെ നിർബന്ധിക്കുക അല്ലെങ്കിൽ അവരോട് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുകയോ ചെയ്യാം. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓൺ ഇഷ്യൂസ് അറൈസിങ് ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ തൊട്ട് മുന്നേ ഒബ്ജക്റ്റീവ് പറഞ്ഞു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലോ അല്ല അതിലെ ഗൈഡ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെ ഫോളോ ചെയ്യണോ, ഏത് പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ടു റിവ്യൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പീരിയോഡിക്കലി ആൻഡ് ടു റിവൈസ് ദം ഇഫ് നെസസറി. നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നേ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം, പീരിയോഡിക്കലായിട്ട് റിവൈസ് ചെയ്യേണ്ടി വരും. മന്ത്ലി ആയാൽ ഇയർലി ആവാം, അല്ലെങ്കിൽ 5 ഇയർ 2 ഇയർ 5 ഇയർ കൂടുമ്പോൾ. പക്ഷേ ഒരു പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റിവ്യൂ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. സോ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തരുന്നത് ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡായിരുന്നു. ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവാം, നമ്മുടെ തൊട്ടടുത്ത രാജ്യം ഫോളോ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ടിങ്. ഇപ്പോൾ ശ്രീലങ്ക എടുക്കുക, അവർ മറ്റേതെങ്കിലും ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ചൈന എടുക്കുക, ഇന്ത്യയും ശ്രീലങ്കയും ഫോളോ ചെയ്യാത്ത മറ്റേതെങ്കിലും അക്കൗണ്ടിങ് മെത്തേഡ്സോ പോളിസീസോ ആയിരിക്കും ചൈന ഫോളോ ചെയ്യുക. പാകിസ്ഥാൻ എടുക്കുക, ഇങ്ങനെ ഡിഫറെൻ്റ് ആയുള്ള രാജ്യങ്ങൾ ഡിഫറെൻ്റ് ആയുള്ള അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസുകളുമാണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ
ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ലോകം മുഴുവൻ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുക, ഒരേ ഒരു അക്കൗണ്ടിങ് പോളിസീസും പ്രൊസീജിയേഴ്സും റൂൾസും ഫോളോ ചെയ്യുക. അതിൻ്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ള, അതിൻ്റെ ആവശ്യകതയായിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ MNCs, ഒന്നിലധികം MNC എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MNCs ആയിട്ട് പറയുന്നത്. ഒന്നിലധികം രാജ്യങ്ങളിൽ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന കമ്പനി. അതിൻ്റെ മറ്റു പേരുകളാണ് മൾട്ടിനാഷണൽ ആൻഡ് ട്രാൻസാക്ഷണൽ കമ്പനീസ്. അവരുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മീൻസ് ഒരു എന്താ പറയുക, ഹെഡ് ഓഫീസ് ഉണ്ടാവും. ആ ഹെഡ് ഓഫീസ് ചിലപ്പോൾ ഒരു രാജ്യത്തേക്ക് ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്തുണ്ടാവും, ഡിഫറെൻ്റ് ആയുള്ള ഓഫീസുകളും ഡിഫറെൻ്റ് ആയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റും വിവിധ രാജ്യങ്ങളിലായിട്ട് എന്ത് ചെയ്യും, പടർന്ന് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കേസുകളാണ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്മെൻറ്റ് ഈ MNC അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ കമ്പനീസ് എന്നൊക്കെ പറയും. സോ അതിൻ്റെ എക്സാമ്പിളാണ് ആപ്പിൾ ഉണ്ടാവാം അല്ലേ, ആപ്പിൾ കമ്പനി, ആപ്പിൾ INC. ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് തന്നെയാണെങ്കിൽ ടാറ്റേൻ്റെ ഒക്കെ ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് അല്ലെ ടാറ്റ. കാരണം അവർക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൽ എന്തുണ്ട്, വേറെ വേറെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കാര്യങ്ങളുണ്ടാവും. ദെൻ അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് ഇന്ന്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ഓഫ് MNCs നമ്മുടെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ വരും? മൾട്ടിനാഷണൽ ആൻഡ് ട്രാൻസാക്ഷണൽ കമ്പനീസ് ഹാവ് ദെയർ ഹെഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വൺ കൺട്രി വൈൽ ദേ ഓപ്പറേറ്റ് ഇൻ ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വേൾഡ്. നമ്മൾ പറഞ്ഞു, ഒരു രാജ്യത്തായിരിക്കും എന്തുണ്ടാവുക, അവരെ ഹെഡ് ഓഫീസ് ഉണ്ടാവുക അല്ലെങ്കിൽ കൺട്രോൾ ഉണ്ടാവുക എന്ന് പറയാം. കൺട്രോൾ മീൻസ് ഹെഡ് ഓഫീസാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം അവരെന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കോർണേഴ്സിലായിരിക്കും, ഡിഫറെൻറ്റ് കൺട്രീസിലായിട്ട് ഉണ്ടാവും. ദിസ് റിസൾട്ട് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഫോളോയിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റെസ്പെക്റ്റീവ് കൺട്രി ഓഫ് ഓപ്പറേഷൻ, ബട്ട് ദേ ഹാവ് ടു ബി കമ്പൈൽഡ് ഫോളോയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓഫ് ദെയർ പാരൻറ്റ് നാഷൻ. ഇവിടെയാണ് നമ്മുടെ ഈ ഇഷ്യൂ വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ആപ്പിൾ INC, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഫോൺ മാനുഫാക്ചറിങ് കമ്പനി US ബേസ്ഡാണ്, US ബേസ്ഡ് കമ്പനിയാണ്. അവർ വ്യത്യസ്തമായിട്ടുള്ള പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് US ബേസ്ഡിൽ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സബ് കമ്പനിയായിട്ട് ഇന്ത്യയിലുണ്ടാവും. അപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനി എന്ത് ചെയ്യണം, ഇന്ത്യയിലുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ട്, അക്കൗണ്ടിങ് പോളിസീസ് വെച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യണം. ബട്ട് എന്ത് സംഭവിക്കും, അവരെ ഓപ്പറേഷൻ നടത്തുന്ന കൺട്രി ഏതാണോ ആ രാജ്യത്തിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുകൊണ്ട് എന്തിനാ അവർ പ്രിപ്പയർ ചെയ്യും, അല്ലെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ അവരുടെ ഒറിജിനൽ കൺട്രി അല്ലെങ്കിൽ പേരൻറ്റ് നാഷൻ ഏതാണോ US-ലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് റൂൾസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, അവർ അവിടെയും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു രണ്ട് തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് ഒരു ആവശ്യകത വന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഒരേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അല്ലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കില്ലേ. ദെൻ ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. നെക്സ്റ്റ് ആണ് പറയുന്നത് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇൻ ദ പ്രസൻറ്റ് ഇറ ദ ഓർഗനൈസേഷൻ ഡു നോട്ട് depend only on their domestic country for purpose of raising their capital. They can even raise capital from the foreign market. This requires the entities to redraft their financial statement applying the accounting standards of foreign countries. നമ്മൾ ഇവിടെ പറയുന്നത് നോക്കുക, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇഷ്യൂ ആണ്. നമ്മൾ ഒരു കമ്പനി അവർ ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ അവരുടെ ഇന്ത്യൻ കമ്പനി ആവാം, ഇന്ത്യയിലുള്ളൊരു കമ്പനി അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രം എന്ത് ചെയ്യണമെന്നില്ല, ക്യാപിറ്റൽ റേസ് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ സ്റ്റോക്ക് വിറ്റാൽ മാത്രം എന്ത് ചെയ്യണമെന്നില്ല, നമുക്ക് ക്യാപിറ്റൽ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, US സ്റ്റോക്ക് മാർക്കറ്റിൽ പോകാം അല്ലെങ്കിൽ UK-യിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ പോകാം. എന്നിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഷെയർ ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഷെയർ വിറ്റിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാം. ഇങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യുകയാണെങ്കിൽ
മറ്റേതെങ്കിലും കൺട്രീസിലേക്ക് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അവരുടെ അക്കൗണ്ടിങ് പോളിസീസും പ്രൊസീജിയേഴ്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെ മാത്രം ഫോളോ ചെയ്താൽ മതിയില്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഉണ്ടാക്കിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. പുതുതായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മീൻസ് ഐറ്റംസും റിസൾട്ടൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ അവർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരും. അങ്ങനെയാണെങ്കിൽ രണ്ട് രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ രാജ്യങ്ങൾക്കിടയിലൊക്കെ ഒരു കോമൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ, പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ് നെക്സ്റ്റ് ഓൺ പറയുന്നത്, it was established that having a multiplicity of accounting standards around the world is against public interest. Thus, a strong need was felt by legislation to bring about uniformity, harmonization, rationalization, comparability, transparency and adaptability in financial statement. ഇതൊരു മറ്റൊരു ഇഷ്യൂ പറഞ്ഞു. മൾട്ടിപ്ലിസിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാം അറൗണ്ട് ദ വേൾഡ്. ലോകം മുഴുവൻ വ്യത്യസ്തപരമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക. അത് പറഞ്ഞാൽ പൊതു താല്പര്യത്തിനെതിരാണ്. നമ്മൾ ഇവിടെ കണ്ട അതേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതേ റിസൾട്ട് ആയിരിക്കില്ല മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവുക. ഇങ്ങനെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി ഉണ്ടെങ്കിൽ അതൊരു പൊതു താല്പര്യത്തിനെതിരാണ്. അതിലൂടെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഒരു ശക്തമായ നിയമത്തിൻ്റെ ആവശ്യകത വരും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ യൂണിഫോമിറ്റി കൊണ്ടുവരണം, അല്ലേ? ലോകത്തിലുള്ള എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഒരേപോലെ ആക്കുക, ഹാർമണൈസ് ചെയ്യാം, അല്ലെ? വേൾഡിലുള്ള എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും യോജിപ്പിച്ച് കൊണ്ടുവരുന്ന റേഷണലൈസ് ചെയ്യുക, അതിൻ്റെ റേഷണൽ തിങ്കിങ്സ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, യുക്തിപരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കൊണ്ടുവരിക. കമ്പാരബിലിറ്റി, അല്ലേ? ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാനുള്ള സാധ്യത കൂട്ടുക, അല്ലെ? ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് US ബേസ്ഡ് കമ്പനിയുമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി കമ്പയർ ചെയ്യുക. ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, സുതാര്യത ഉറപ്പുവരുത്തുക. ആൻഡ് അഡാപ്റ്റബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെല്ലാം എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലും പ്രസൻറ്റ് ചെയ്യുന്നതിലും അഡാപ്റ്റബിൾ ആക്കിക്കൊണ്ടുവരും. ഇതാണ് ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ 3 പോയിന്റ്: ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷനാണ്, ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ പോയിന്റുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ടും ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേണമെന്നൊരു വാദം വരുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഒന്നാമത്തെ ബെനിഫിറ്റ് സേവ് ടൈം ആൻഡ് കോസ്റ്റ്. നമുക്ക് സമയവും എന്ത് ചെയ്യാം, അതേപോലെ കോസ്റ്റും നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ടൈം ആൻഡ് കോസ്റ്റ് മീൻസ് ദ ആക്സെപ്റ്റൻസ് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വുഡ് എലിമിനേറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇറ്റ്സ് കൺട്രി ഓഫ് ഒറിജിൻ ടു ദാറ്റ് ഓഫ് ഫോറിൻ കൺട്രി. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിൻ പാരൻറ്റ് നാഷൻ ഉണ്ടാവും, അതേപോലെ ഫോറിൻ കൺട്രീസ് ഉണ്ടാവും. അപ്പോൾ ഫോറിൻ കൺട്രീസിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യേണ്ട, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻറ്റ് നാഷണലിലെ സ്റ്റാൻഡേർഡ്സിന് ആവശ്യമായുള്ള രീതിയിൽ, അല്ലെ സ്റ്റാൻഡേർഡുമായി യോജിപ്പിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യേണ്ട, മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ദെൻ ബെറ്റർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, അല്ലേ? നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ ബെറ്ററായിട്ട് അനാലിസ് ചെയ്യും. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വിൽ ബിക്കം വെരി ഈസി, meaningful, effective to study financial statement of organization across the globe. ലോകത്തിലുള്ള അവിടെ അമേരിക്ക ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, ഇന്ത്യ ആവട്ടെ, ഇനി നമ്മൾ പറഞ്ഞ ആഫ്രിക്കൻ കൺട്രീസ് ആവട്ടെ, ഇവിടെയുള്ള എല്ലാ കമ്പനികളുടെയും ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യാം, ബെറ്ററായിട്ട് അനലൈസ് ചെയ്യാം, കമ്പയർ ചെയ്യാം, അല്ലേ? എഫക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്യാൻ കഴിയും. എല്ലാവരും സെയിം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ഒരുപാട് റിസർച്ചബിലിറ്റി കിട്ടും, അല്ലെ? റിസർച്ച് ചെയ്യണമെങ്കിൽ, അല്ലെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തണമെങ്കിൽ, അത് മറ്റേതെങ്കിലും അനാലിസിസ് നടത്തണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടും എന്നാണ്. സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഇൻക്രീസ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ്, അതിലെ നിക്ഷേപകരുടെ
വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കുന്നു. Allow investors better understand the financial statement and have faith on reported facts and figures. നമ്മൾ ഒരാൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ്, എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫാക്ട്സും ഫിഗേഴ്സും തമ്മിൽ അവർക്ക് എന്തുണ്ടാവും, നല്ലൊരു എന്താ പറയുക, ഫാക്ട്സ് ഫിഗേഴ്സ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫാക്ട്സും ഫിഗേഴ്സും റിലയബിൾ ആണ് എന്നൊരു തോന്നൽ ആർക്കുണ്ടാവും, ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവും. ദെൻ ഈസി ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ ആവശ്യമായിട്ട് എന്ത് ചെയ്യുക, പേര് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ നമുക്ക് എന്ത് ചെയ്യണം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യുന്ന ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലിസ്റ്റിംഗ് പ്രോസസ്സ് ഈസി ആവുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വൺ among the different criterion is submission of translated and restated financial statement for listing security in stock market. When we are moving to a global standards, this can be avoided. അപ്പോൾ ഒരു പ്രധാന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് ലിസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് രാജ്യത്താണോ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ രാജ്യത്തിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റീസ്റ്റേറ്റ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ട് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും, സെക്യൂരിറ്റി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, നമ്മുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ രണ്ട് രാജ്യത്തും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റീസ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 April 1977 ആണ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്. ഇതാണ് നമ്മൾ ഈ ഇതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യം. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ശരിക്കും ലോകത്തിന് മൊത്തമായിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ആവശ്യകതയുണ്ടോ, അതിൽ നമ്മൾ ഒരു 3 പോയിന്റ് പറഞ്ഞു. ദെൻ അങ്ങനെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ് എന്നാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുക, എന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ ബൈ, താങ്ക് യു.